കഴിഞ്ഞ ദിവസം വീട്ടിൽ എല്ലാവരും കൂടെ കൂടിയപ്പോൾ നാത്തൂനും ആങ്ങളെയും കൂടെ പറമ്പിൽ പോയി രണ്ട് ചക്ക പറിച്ചോണ്ട് വന്നു. കിട്ടിയപ്പോ തന്നെ നാത്തൂനെ അത് വെട്ടി തുണ്ടം കഷ്ണമാക്കാൻ ശ്രമിക്കുകയാണ്. ഒരു വെട്ട് കഴിഞ്ഞു, രണ്ട് വെട്ട് കഴിഞ്ഞു, മൂന്നാമത്തെ വെട്ടി ചക്ക രണ്ടായി പിളർന്നു. പച്ചച്ചക്ക കഴിക്കാനാണ് ഞങ്ങൾക്ക് എല്ലാം ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് കുറെ കഴിച്ചു കഴിഞ്ഞപ്പോ മമ്മി പറഞ്ഞു ചക്ക വേവിക്കാമെന്ന്. അങ്ങനെ കുറച്ച് ചക്ക എടുത്തുകൊണ്ട് കിച്ചണിലോട്ട് പോയി ചക്കച്ചോള അടത്തി അതിൽ നിന്നും കുറെ ഞങ്ങൾ കഴിച്ച്. പിന്നെ മമ്മി അരിയാൻ തുടങ്ങി. ഞാൻ വീഡിയോ എടുക്കുന്നു, മമ്മി അരിഞ്ഞ് അടുപ്പിൽ വെച്ചു, വെള്ളം ഒഴിച്ചു, കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചു. ആങ്ങളെ തേങ്ങ ചിരണ്ടാൻ തുടങ്ങി. അവൻ അറിയാതെ എടുത്ത വീഡിയോ ആയിരുന്നതാ ചമ്മി നിൽക്കുന്നത്. പിന്നെ ബാക്കി മമ്മി തേങ്ങ ചിരണ്ടി. പിന്നെ കുറച്ച് വേവ് ആയപ്പോഴത്തേക്കും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി തേങ്ങയും ജീരകവും മഞ്ഞളും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് അതിൻ്റെ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് വീണ്ടും നന്നായിട്ട് ഇളക്കി അത് കഴിഞ്ഞ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് തീ ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചു. ഇതിനിടയ്ക്ക് പുറത്ത് നല്ല അടിപൊളി വേനൽ മഴയും കൂടെ പെയ്യുന്നുണ്ടായിരുന്നേ. രണ്ടും കൂടെ ആയപ്പോൾ നല്ല സൂപ്പർ വൈബായിരുന്നു. ചക്ക വേവിച്ചതും വേനൽ മഴയും നല്ല രസമായിരുന്നു. പിന്നെ ചക്ക വേവിച്ചതിൻ്റെ കൂട്ടത്തിൽ മീൻകറി ഉണ്ടായിരുന്നു. അതിന്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. ആ, ഇത് ചെമ്പരത്തി വരിക്കയാണ്. അതുകൊണ്ടാണ് ഇതിന്റെ ചോളയൊക്കെ നല്ല ചുമന്നിരിക്കുന്നത്. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ചക്ക നന്നായിട്ട് പഴുത്തു. അതുകൊണ്ട് ഞങ്ങൾ ചക്ക ഹൽവയും കുമ്പിളപ്പവും ഉണ്ടാക്കി. പക്ഷെ അതിന്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. സാരമില്ല, ഇനി ഉണ്ടാക്കുമ്പോൾ ഞാൻ എടുത്തു തരാമേ. ബൈ.